students, welcome back to our GK class. Today we are going to study Standard 7 GK, page 40, 41 and 42. Okay, so you take your text, page 40. Compute quiz. That computer a computer can do many things at a time. How much do you know about this wonderful machine? Solve this crosswatch. അതായത് നിങ്ങളെല്ലാവരും കമ്പ്യൂട്ടറിനെ കുറിച്ച് പഠിക്കുന്നതാണ്, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് ഫില്ല് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങളുടെ പേജ് 40 ഒരു ബോക്സ് തന്നിട്ടുണ്ട്. അതായത് സയന്റിസ്റ്റ് ക്ലെയിം ടു ഹാവ് ഫൗണ്ട് ഹിഗ്സ് ബോസോൺ. ഹിഗ്സ് ബോസോണിനെ കുറിച്ചൊക്കെ നമ്മൾ ന്യൂസ് പേപ്പറിലൊക്കെ വായിച്ചിട്ടുള്ളതാണ്. അതെന്താണ്? സബ് ആറ്റോമിക് പാർട്ടിക്കിൾ ആണ്. സംടൈംസ് കോൾഡ് ഗോഡ് പാർട്ടിക്കിൾ, ഗോഡ് പാർട്ടിക്കിൾ, ദൈവ കണം എന്നൊക്കെ പറഞ്ഞ് അതിനെക്കുറിച്ച് ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ നടന്നതാണ്. ടു എക്സ്പ്ലെയിൻ ഹൗ ദ യൂണിവേഴ്സ് വാസ് ഫോംഡ്, ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഫണ്ടമെന്റൽ തിയറീസ് ഓഫ് മോഡേൺ ഫിസിക്സ്. അതായത് മോഡേൺ ഫിസിക്സിലെ ഒരു ഫണ്ടമെന്റൽ തിയറിക്കകത്ത് വരുന്നതാണ് ഈ ഗോഡ് പാർട്ടിക്കിളിനെ കുറിച്ച്, അല്ലെങ്കിൽ ഹിഗ്സ് ബോസോൺ. ഓക്കെ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പേജ് 40 എടുക്കുക, എന്നിട്ട് നമുക്ക് ഈ ക്രോസ് വാച്ച് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് വൺ, എ നെയിം ഫോർ ജങ്ക് ഇമെയിൽ. ജങ്ക് ഇമെയിൽസിന് എന്താണ് പറയുന്നത്? ഫസ്റ്റ് വൺ സ്പാം എന്നാണ് പറയുന്നത്. SPAM, സ്പാം. അത് നമ്മൾ താഴോട്ടാണ് എഴുതേണ്ടത്. ഫസ്റ്റ് 1, 2, 3 വരെ ഡൗൺ, താഴോട്ട് എഴുതുക. സ്പാം, SPAM, സ്പാം. സെക്കൻഡ് വൺ, എ പാർട്ട് ഓഫ് ദ ഇൻ്റർനെറ്റ് വിച്ച് കണക്ട്സ് ടു മില്യൺസ് ഓഫ് പേജസ് ഓഫ് ഇൻഫർമേഷൻ. അതായത് ഇൻ്റർനെറ്റിൻ്റെ ഒരു പാർട്ടാണ് വിച്ച് കണക്ട്സ് മില്യൺസ് ഓഫ് പേജസ് ഓഫ് ഇൻഫർമേഷൻ. അതായത് ഇൻഫർമേഷൻ പേജസിനെ കണക്ട് ചെയ്യുന്ന ആ ഒരു പാർട്ടിന് പറയുന്ന പേരെന്താണ്? സെക്കൻഡ് പേജ്. നിങ്ങളെല്ലാം എപ്പോഴും പറയുന്നതാണ് വെബ്സൈറ്റ്. ഓക്കെ, WEBSITE. ഓക്കെ, സെക്കൻഡ് വൺ താഴേക്ക് എഴുതുക, വെബ്സൈറ്റ്. ഓക്കെ, ഇത് ഈ വർഷത്തെ ടെക്സ്റ്റ് അല്ല, കഴിഞ്ഞ വർഷത്തെ ടെക്സ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഇത് ഫില്ല് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ തന്നെ എഴുതുക. ഓക്കെ, വെബ്സൈറ്റ്. തേർഡ് വൺ, ദ ആക്ട് ഓഫ് റൈറ്റിംഗ് ഡേറ്റ ഓൺ എ ഡിസ്ക്. അതിന് പറയുന്ന പേര് ബേൺ, BURN, ബേൺ. ഓക്കെ, ഫോർത്ത് വൺ, often referred to as the heart of a computer, also known as CPU. അതായത് ഫോർത്ത് വണ്ണിൽ 14 ലെറ്റേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. അത് നിങ്ങൾ അക്രോസ് ആയിട്ട് എഴുതേണ്ടതാണ്. മൈക്രോ പ്രോസസ്സർ, MICROPROCESSOR, മൈക്രോ പ്രോസസ്സർ. ഓക്കെ, ആൻഡ് ഫിഫ്ത്ത് വൺ, എ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഫോർ എ കമ്പ്യൂട്ടർ ടു പെർഫോം സ്പെസിഫിക് ടാസ്ക്. സെവൻത് വൺ, സെവൻത് വൺ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് an area on your screen that display the content of a file. സെവൻത് വൺ അക്രോസ് ആയിട്ട് എഴുതേണ്ടതാണ്. an area on your screen that display the content of a file, that is window, WINDOW. okay, ഫിഫ്ത്ത് വൺ, സെവൻത്ത് വൺ ആണ് ഇപ്പം ഞാൻ പറഞ്ഞത്. ഈ ഫിഫ്ത്ത് വൺ, എ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്, അത് ഡൗൺ ആയിട്ടാണ് എഴുതേണ്ടത്. സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഫോർ എ കമ്പ്യൂട്ടർ ടു പെർഫോം സ്പെസിഫിക് ടാസ്ക്. അത് ഫിഫ്ത്ത് വൺ പ്രോഗ്രാമാണ്. ഓക്കെ, ഡൗൺ ആയിട്ട് എഴുതുക, PROGRAM. ഓക്കെ, സിക്സ്ത് വൺ, അതും ഡൗൺ ആയിട്ടാണ് എഴുതേണ്ടത്. മെയ്ഡ് ഓഫ് സിലിക്കൺ, ഇറ്റ് കണ്ടെയ്ൻസ് കോംപ്ലക്സ് സർക്യൂട്ട്സ്, മീൻ എ സ്മോൾ പീസ്.
Sixth one, chip-ആണ്, CHIP. Okay. Seventh one, ആദ്യം ഞാനൊന്ന് പറഞ്ഞായിരുന്നു. The area on your screen that displays the content of a file. Seventh one, across ആയിട്ട് എഴുതുക, window. WINDOW. Okay. And eighth one, a programming language designed to introduce beginners to programming techniques. Eighth one, basic ആണ്, BASIC, basic. Okay. Ninth one, the process of writing instructions for a computer. Ninth one, coding ആണ്, CODING, coding. Okay. Tenth one, loading the operating system. അത് across ആയിട്ട് എഴുതുക, booting, BOOTING, booting. 11th one, an error, defect in software or hardware that causes a program to malfunction. അതായത് ഒരു പ്രോഗ്രാമിൻ്റെ മാൽഫങ്ഷൻ കാരണമാകുന്ന എറർ, അത് സോഫ്റ്റ്വെയറോ ഹാർഡ്വെയറോ ആകാം. അതിന് പറയുന്ന പേരെന്താണ്? ബഗ് എന്നാണ് പറയുന്നത്, BUG, ബഗ്. ഓക്കെ. The next is page 41, diseases. If we lead an active life and take a balanced diet, there are many diseases that we can avoid or control. Read the clues about different diseases and pick the correct answers. അതായത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നമ്മളൊരു ബാലൻസ്ഡ് ഡയറ്റ് കഴിക്കണം. ആ ബാലൻസ്ഡ് ഡയറ്റിലൂടെ നമുക്ക് ഒരുപാട് ഡിസീസ് വരാതെ കൊണ്ട് തന്നെ നമ്മളെ പ്രിവെൻറ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് ഹൈലി, can you see this? It is highly contagious disease caused by a virus. Rashes appear on the skin which later becomes blisters and itchy pock marks. അതായത് നിങ്ങൾക്കറിയാം, നമ്മളുടെ ദേഹത്തൊക്കെ എന്താണ് കുരുക്കൾ വരിക, അതുപോലെ അതാണ് റാഷസ് അപ്പിയർ ഓൺ സ്കിൻ. കുറച്ച് കഴിയുമ്പോഴത്തേക്കിന് അതിൽ നിന്ന് ചൊറിച്ചിലും അതുപോലെ ദേഹത്തിനൊക്കെ വേദനയൊക്കെ ഉണ്ടാകും. ഏത് ഡിസീസാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ചിക്കൻ പോക്സ് ആണ് ആൻസർ. ഓക്കെ. ആൻഡ് സെക്കൻഡ് വൺ, കോസ്ഡ് ബൈ ബാക്ടീരിയ. ഇറ്റ് ഈസ് എ ഡിസീസ് ഓഫ് റെസ്പിറേറ്ററി ട്രാക്ട്. സിംറ്റംസ് ഇൻക്ലൂഡ് സോർ ത്രോട്ട്, fever and difficulty in swallowing. In some cases it causes skin rashes. Answer is diphtheria. Okay. And third one, it is an acute inflammation of the brain. Typical symptoms are fever, severe headache, vomiting and pain in the eyes and exposed to bright light. Okay. Third one, meningitis, B ആണ് ആൻസർ. Fourth one, also called Hansen's disease. It is caused by a bacteria. Lesions on the skin are the primary external symptoms of the disease. Leprosy. Okay. Fourth one, leprosy. And fifth one, it is a contagious disease that is common in children. It is characterized by the swelling of the salivary gland. സ്വലൈവറി ഗ്ലാൻഡിൻ്റെ സ്വെല്ലിങ്ങിലൂടെയാണ് ഈ ഡിസീസിൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്. ഇതൊരു പടരുന്ന അസുഖമാണ്. അതുപോലെ കുട്ടികളിൽ ഇത് കാണപ്പെടുന്നു. എന്താണ്? മംസ്. നമ്മൾ മലയാളത്തിൽ മുണ്ടിനീരെന്ന് പറയും. ഓക്കെ. സിക്സ്ത് വൺ, ഇറ്റ് ഈസ് ആൻ ഇൻഫെക്ഷൻ ഓഫ് ദ ലങ്സ്. എ പേഴ്സൺ സഫറിങ് ഫ്രം ഇറ്റ് കംപ്ലൈൻസ് of cough, chest pain, fever and difficulty in breathing. Pneumonia ആണ് അതിൻ്റെ ആൻസർ, C. Seventh one, also called German measles. It is primary symptom is the appearance of rashes. Other symptoms include loss of appetite, infection in the eyes and a running nose. Answer is rubella. Okay. Eighth one, also called hydrophobia. Hydrophobia എന്ന് പറഞ്ഞാൽ എന്താണ്? വെള്ളം കാണുമ്പോഴുള്ള പേടി. It is mainly transmitted by a bite from an infected animal. The disease affected the nervous system and result in painful muscle contractions. നമ്മുടെ നെർവസ് സിസ്റ്റത്തെയാണ് ഇത് അഫക്റ്റ് ചെയ്യുന്നത്.
ഹൈഡ്രോഫോബിയ എന്ന് പറയുന്നു. ഇത് ട്രാൻസ്മിറ്റഡ് ബൈ എ ബൈറ്റ് ഫ്രം ഇൻഫെക്റ്റഡ് ആനിമൽ. ഓക്കെ, റാബീസ് ആണ് ആൻസർ. ഓക്കെ, next is page 42. Solids, liquids and gases. Some elements are gases at room temperature. Name the